കുറേ നാളുകൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിലൂടെ കൊറോണയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അത് അവിടെയല്ലേ എന്ന് കരുതി അത്ര കാര്യമായി എടുത്തില്ല. എന്നാൽ അത് നമ്മുടെ പടിവാതിക്കലെത്തിയപ്പോൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായി. ഏകദേശം ഒരു 5000-ൽ കൂടുതൽ കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ 500-ൽ കൂടുതൽ പോസിറ്റീവ് രോഗികളെ കാണാനിടയായി. ആദ്യമൊക്കെ വളരെ ഗൗരവത്തോടും പേടിയോടും കൂടിയാണ് ടെസ്റ്റ് നടത്തിയിരുന്നത്. ടെസ്റ്റിന് വരുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന പേടിയും ദുഃഖവും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. റിസൾട്ട് നെഗറ്റീവാന്ന് പറയുമ്പം അവരുടെ സന്തോഷം അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഞാൻ ഓർക്കുന്നു, അമ്മയും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും ടെസ്റ്റിന് വന്നത്. അവരുടെ റിസൾട്ട് നെഗറ്റീവാന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അമ്മ കരഞ്ഞുപോയി. ആ അമ്മ എന്നോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് വിദേശത്താണ്, ഞാനും മകളും തനിയാണ് വീട്ടിൽ. ഇനി എനിക്കെങ്ങാനും പോസിറ്റീവായാൽ എൻ്റെ മോള് തനിയെ വീട്ടിലാകും. അമ്മയ്ക്ക് പോസിറ്റീവായതുകൊണ്ട് മോളെ ആരും അടുപ്പിക്കില്ലല്ലോ. ഇനി മോൾക്ക് പോസിറ്റീവായാലോ? അവരെവിടെയെങ്കിലും എൻ്റെ മോളെ കൊണ്ടുപോകും. പിന്നെ എനിക്ക് വീട്ടിലിരിക്കാൻ സാധിക്കുമോ? ചെങ്കിൽ തീയായിരുന്നു സിസ്റ്ററെ. ഒരമ്മയുടെ വേദന ഇങ്ങനെ എത്ര അമ്മമാർ വേദനിച്ചിട്ടുണ്ടാകും. മറ്റൊരു ദിവസം 2 പെങ്ങന്മാർ അവരുടെ ആങ്ങളയ്ക്ക് പനിയായതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോവിഡ് ടെസ്റ്റ് ചെയ്തു. റിസൾട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ പേഷ്യൻറ്റിനെയും കൊണ്ട് ഒബ്സർവേഷനിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ അവരുടെ പെങ്ങന്മാർ ആ പ്രദേശത്തെങ്ങും ഇല്ലായിരുന്നു. അങ്ങനെയും സംഭവിക്കാറുണ്ട്. സ്വന്തമായവരും സ്വന്തമെന്ന് കരുതിയവരും കൈയൊഴിയുന്ന നിമിഷങ്ങൾ, ഒറ്റപ്പെടുന്ന നാളുകൾ. ഒരിക്കലൊരു കൂട്ടക്കരച്ചിലിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. വർഷങ്ങളായി കുട്ടികൾ ഉണ്ടാകാതിരുന്ന ഒരു സ്ത്രീക്ക് നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി ഗർഭം ധരിക്കുകയും പ്രസവത്തിന് സമയമായപ്പോൾ ആശുപത്രിയിൽ വന്നതാണ്. കൊറോണ ടെസ്റ്റ് പോസിറ്റീവ്. ആ വാർത്ത അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവൾ നിലത്ത് വീണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്ന് നിലവിളിച്ചു. കണ്ടുനിന്ന എല്ലാവരും കരഞ്ഞുപോയി. ഒരിക്കലൊരു പയ്യൻ വന്നപ്പോൾ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. അവൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, നാളെ എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. ഇന്നലെ എന്നെ ചെറുതായൊന്ന് പനിച്ചു, അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യാൻ വന്നത്. പോസിറ്റീവായാൽ ആകെ പ്രശ്നമാകും, കല്യാണം മാറ്റി വെക്കേണ്ടി വരും. എനിക്കാകെ പേടിയാകുന്നു. ഞാൻ അവനെ സമാധാനിപ്പിച്ചു. അവൻ്റേതും പോസിറ്റീവായിരുന്നു. അങ്ങനെ എത്രയെത്ര മാറ്റിവെക്കപ്പെട്ട വിവാഹങ്ങൾ, ആഘോഷങ്ങൾ. കോവിഡ് രോഗികളെ പരിചരിക്കുന്നവരെയും ടെസ്റ്റ് നടത്തുന്നവരെയും പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അവരും വീട്ടിൽ പോകാതെ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ടവരുടെ വിശേഷ ദിവസങ്ങൾ, ആഘോഷങ്ങൾ, ആചാരങ്ങൾ എന്നിവയെല്ലാം ഈ രോഗികളെ പ്രതി ത്യജിക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ടവർക്ക് അസുഖം വന്നാൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. എത്ര ദിവസങ്ങൾ, മാസങ്ങൾ. ജീവനും ജീവിതവും ഈ രോഗികൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട അവരെ കാണുന്നത് ചിലർക്ക് പേടിയാണ്. ഇത്രയേറെ സേവനം ചെയ്തിട്ടും ശുശ്രൂഷ ചെയ്തിട്ടും പേടിക്കേണ്ട വ്യക്തികളെ പോലെ ഇവരെ മാറ്റി നിർത്തുന്നതും അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. പല ആശുപത്രികളിലും ആരോഗ്യ പ്രവർത്തകർക്ക് കൊറോണ പിടിച്ചപ്പോൾ ഇവിടെയും ചെറുതായൊന്ന് പേടിച്ചു. ഇവിടെയാണ് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞത്. കൊറോണ വ്യാപനത്തിന് മുമ്പ് ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ വർഗീസ് ചെക്കാലക്കൽ പിതാവ് ഇവിടെ അഡ്മിറ്റായിരുന്നു. പിതാവ് വളരെ പ്രത്യേകമായി ഈ ആതുരാലയത്തിന് വേണ്ടിയും ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും തൻ്റെ വൈദികനെ കൊണ്ട് ഈ ഹോസ്പിറ്റലിന് ചുറ്റും വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. അത് ഞങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകി, ആത്മവിശ്വാസം പകർന്നു. കൊറോണ വളരെ ചെറിയൊരു വൈറസ് ആണെങ്കിലും വലിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. വലിയ ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ എത്ര ലളിതമായി. സ്വന്തം പരിമിതമായ സ്ഥലത്ത് പോലും കൃഷി ചെയ്യാൻ നമ്മൾ പഠിച്ചു. കുടുംബത്തിൽ കൂട്ടായ്മ വളർന്നു. ഒന്നിച്ച് പാചകം ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഒരു കാര്യം നമുക്കെല്ലാവർക്കും മനസ്സിലായി, ഈ ചെറിയ വൈറസിനെ പോലെ നിയന്ത്രിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ. 3 സത്യങ്ങളെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതായുണ്ട്. 1. പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. 2. പ്രകൃതിയോട് നാം ചെയ്ത ക്രൂരതയുടെ ഫലമാണ് ഈ വൈറസ്. 3. ദൈവത്തെ കൂടാതെ നമുക്കാർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇനിയെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൂടെ?